വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാനിയൻ ജനതയോട് ഇറാൻ തിരിച്ചു പിടിക്കാനുള്ള ആഹ്വാനം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ നാടുകടത്തപ്പെട്ട മുൻ കിരീടാവകാശി. അപ്പൊ നമുക്കറിയാം, നെതന്യാഹു ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ യുദ്ധം അവിടെയുള്ള സിവിലിയൻസിനോടല്ല, അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന മത നേതൃത്വത്തോടാണ്, ഡിക്റ്റേറ്റർഷിപ്പിനോടാണ്, ഏകാധിപത്യത്തോടാണ്, ഫാസിസത്തോടാണ് എന്ന് കൃത്യമായിട്ട് നെതന്യാഹു പറഞ്ഞതാണ്. ഇറാനെ ഈ മതനേതൃത്വത്തിൽ നിന്നും മോചിപ്പിച്ചിട്ട് ഇറാനിൽ പുതിയ ഒരു ഭരണം ഇസ്രായേലിന് സ്ഥാപിക്കണം. കാരണം അവരുടെ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിന് കൂടെ വേണ്ടിയാണ് അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോരാത്തതിന് ഭീകരവാദത്തെ വേരോടുകൂടി പിഴുതെറിയുകയും വേണം. അപ്പൊ നമുക്ക് സിറിയയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാം. സിറിയയിൽ ഇപ്പോൾ ഒരു പുതിയ ഭരണം കയറി, അവരുമായിട്ട് അമേരിക്ക നല്ല ടൈപ്പിലാണ്. കാരണം ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണം അവിടെ വരണം എന്നിവർ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഇവർക്ക് അനുകൂലമായിട്ട് അവിടെ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ആരായിരിക്കും? ഇപ്പോ ഉള്ള ആൾക്കാരെല്ലാം, ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഈ ഖമനേയിയുടെ അനുയായികളും ഖമനേയിക്ക് സ്തുതി പാടുന്ന ആൾക്കാരും, അയാള് ഇത്രയും കാലം ഭരിച്ച് ആ ഭരണത്തിൽ ആനന്ദ തന്തുലിതരായിരിക്കുന്ന, അതിൽ ഉന്മാദ വിവശരായിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇവർക്ക്, ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ജനങ്ങളുടെ വിഷമങ്ങൾ അറിയണ്ടല്ലോ. അവർക്ക് സുഖമാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഖമനേയിക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ആ ഭരണത്തിന്റെ, അധികാരത്തിന്റെ ആ പവറിൽ അവരെ അവിടെ അർമാദിച്ചു പോരുകയാണ്. അപ്പോ ഈ സകല ആൾക്കാരെയും നശിപ്പിക്കാനും പറ്റില്ല. അങ്ങനെ സകല ആൾക്കാരെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭരണത്തിലേറും? ഒരു ഭരണാധികാരി വേണമല്ലോ. അപ്പൊ കാണാം അതാടാ ഒരാൾ വരുന്നത്, അയാൾ US-ലാണ് താമസിക്കുന്നത്. വളരെ പ്ലാൻഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ പുള്ളിക്കാരൻ ഇപ്പോൾ ഇറാനിയൻ ജനതയോട് പറഞ്ഞിരിക്കുകയാണ്, തെരുവിലിറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഈ ഖമേനിക്കെതിരെ തെരുവിലിറങ്ങുമെന്ന് പറയാം. പുള്ളിയുടെ പേര് റസ പഹ്ലവി എന്നാണ്. ഇറാന്റെ കിരീടാവകാശിയാണ്. പുള്ളിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇറാൻ ഭരിക്കേണ്ട ഒരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ 1979 ഇസ്ലാമിക് റവല്യൂഷൻ വന്നപ്പോൾ പുള്ളി നാട് കടത്തപ്പെട്ടു. പുള്ളി ഇപ്പൊ US-ലാണ് പുള്ളി താമസിക്കുന്നത്. പുള്ളി പറയുകയാണ്, നിങ്ങൾ തെരുവിലിറങ്ങണം. ഇസ്ലാമിക് റിപ്പബ്ലിക് അതിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്, തകർന്നു കഴിഞ്ഞു. ആരംഭിച്ച ഈ അനിവാര്യമായിട്ടുള്ള ഈ തകർച്ച മാറ്റാനാവാത്തതാണ്. പക്ഷെ ഇറാന്റെ ഭാവി ശോഭനമാണ്. നമ്മൾ ഒരുമിച്ച് ചരിത്രത്തിന്റെ പേജ് മറിക്കും. ഇപ്പോൾ എഴുന്നേൽക്കാനുള്ള സമയമാണ്, ഇറാനെ തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ഇറാനിയൻ ജനത ഏറ്റെടുത്തുകൊണ്ട് തെരുവിലിറങ്ങും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത്. എന്ത് തോന്നുന്നു ബിജുചേട്ടാ? കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ഇറാനിൽ ഒരു കലാപം ഉണ്ടാകുമെന്നും അവിടെ ഒരു പുതിയ ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഇറാന്റെ പുതിയൊരു സെക്കൻഡ് ഒരു പാർട്ട് ഉണ്ടാകുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇനി സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും. ഈ രാജാവ്, ഈ പറയുന്ന റസ പഹ്ലവി ഷാ, അദ്ദേഹത്തിന്റെ അച്ഛൻ മുഹമ്മദ് പഹ്ലവി ഷാ ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് ഇദ്ദേഹം. 1968 മുതൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ കലാപത്തിന്റെ ഒരു ആദ്യ രൂപരേഖ ഇറാനിൽ വരുന്ന സമയത്ത് തന്നെ, 78-ൽ തന്നെ ഇദ്ദേഹം പലായനം ചെയ്യുകയായിരുന്നു. ഇദ്ദേഹത്തെ നാട് കടത്തിയല്ല, 78 കാരണം അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലായിരുന്നല്ലോ അന്ന് ഇറാനായിട്ട്. അപ്പം അങ്ങനെ അവരുടെ ഒരു ഇൻഫർമേഷന്റെ പുറത്തും 78 ആയപ്പോഴേക്കും ഈ ഖമേനിയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ അവിടെ അതിനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. 79-ലാണ് കലാപത്തിന്റെ ഒരു മൂർധന്യാവസ്ഥ എത്തുകയും കലാപം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ അതിന്റെ കാര്യങ്ങൾ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആണ് ഇദ്ദേഹം നാട് വിട്ട് പോകുന്നത്. ഇനി സ്വാഭാവികമായിട്ട് നമുക്കൊരു മുമ്പിലൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് രാജാവ് വീണ്ടും മടങ്ങി വരുന്നത് എന്നുള്ളത്. അത് ഓരോ രാജ്യത്തും, ഇപ്പൊ നമ്മൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും രാജഭരണം തന്നെയാണ്. അല്ലാതെ അവിടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഭരണമല്ല, രാജഭരണം തന്നെയാണ്. അത് ആ ഒരു രാജ്യത്തിന്റെ ഒരു കൾച്ചർ അങ്ങനെയാണ്, സംസ്കാരം അങ്ങനെയാണ്. നമ്മുടെ അടുത്ത് നേപ്പാളിൽ രാജഭരണമായിരുന്നു. അതായത് രാജഭരണം എന്ന് പറയുമ്പോൾ രാജാവ് ഭരിക്കുകയല്ല, രാജാവ് അതിന്റെ തലപ്പത്ത് നിൽക്കുകയും ഒരു സുപ്രീം പവറായിട്ട് നിൽക്കുകയും, നേപ്പാളിലെ രാജാവിന് അത്ര വലിയ സുപ്രീം പവർ ഒന്നും ഇല്ലായിരുന്നു. അതിന് താഴെ ഒരു ഭരണകൂടം ഉണ്ടാകും. അങ്ങനെയാണ് എല്ലായിടത്തും ഉള്ളത്. പുതിയ തിരിച്ചു കൊണ്ടുവരണമെന്ന് ജനത തിരിച്ചു കൊണ്ടുവരണം. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ആൾക്കാർ അതിലേക്ക് വരാൻ, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ എടുത്ത് കളയുകയൊക്കെ ചെയ്തു. രാജാവിന് വലിയ പാർട്ടില്ലാതൊക്കെ ആക്കുകയൊക്കെ ചെയ്തിരുന്നു. നമുക്ക് അറിയാം, ബ്രിട്ടീഷുകാർക്ക് അവിടെ രാജ്ഞിയായിരുന്നു. ഇപ്പോഴും രാജ്ഞിക്ക് ഒരു പദവിയുണ്ട്, എങ്കിൽ പോലും പവറുകൾ പ്രത്യേകിച്ച് രാജ്ഞിക്കില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ മുൻപ് രാജ്ഞിക്കായിരുന്നു പവറുകൾ. പക്ഷെ ഇപ്പോഴും അവരത് നിലനിർത്തിയിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം
അവരുടെയൊക്കെ നോട്ടുകളിലെങ്കിലും രാജ്യം സജീവമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലെ. അപ്പോ അതിന് തുല്യം തന്നെയാണ്. അപ്പം ഇതിനകത്ത് ഈ ഖമേനി മാറിയാൽ ആരെ എന്നൊരു ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ ഇന്റർനാഷണൽ മീഡിയാസിൽ ഉണ്ടായിരുന്നത്. ഖമേനിയുടെ പിൻഗാമി ആരാണ്? അങ്ങനെ 3 പേരുടെ പേര് ഉയർന്നു വന്നു. അതിലൊന്ന് ഖമേനി തന്നെ വളർത്തിക്കൊണ്ട് വന്ന് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മൂത്ത മകനായിരുന്നു. അദ്ദേഹത്തിനാണ് ഈ സൈന്യത്തിന്റെ ചില നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോഴേ തന്നെ ഖമേനി നൽകിയിരുന്നു. അങ്ങനെ പക്ഷെ അദ്ദേഹം വരുന്നതിനോട് അദ്ദേഹത്തിന്റെ തന്നെ ഗ്രൂപ്പിലുള്ള, അതായത് ഈ ഖമേനിയുടെ തന്നെ വിശ്വസ്തരായവർക്കിടയിൽ തന്നെ താല്പര്യക്കുറവുണ്ട്. കാരണം സ്വന്തം മകനെ അവിടെ കൊണ്ടുവരുന്നതിനോട് അവർക്ക് വലിയ താല്പര്യം ഇല്ല. എന്നാൽ അദ്ദേഹം വലിയ മതപണ്ഡിതനുമല്ല, ഒരു ചെറിയ രീതിയിലേക്കുള്ളൊരു മതപണ്ഡിതനാണ്, ഖമേനിയെ പോലെ അല്ല. അങ്ങനെയൊക്കെയുള്ള കുറെ ഡീമെറിറ്റ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ആകില്ല എന്ന് പറയുന്നു. പിന്നുള്ള അദ്ദേഹം ഖമേനിയുടെ വിശ്വസ്തരായ 2 പേരായിരുന്നു. അപ്പം അവരാകുമോ എന്നുള്ള ചർച്ച തുടങ്ങുന്നതിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, പക്ഷെ നമ്മൾ പറഞ്ഞത് ഈ സമയം അല്പം നേരത്തെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് പ്രതീക്ഷിച്ചിരുന്നതും നമ്മൾ പറഞ്ഞതും ഈ യുദ്ധത്തിന്റെ ഒരു നിർണായക ഘട്ടം കഴിയുമ്പോഴാണ് ഇങ്ങനെ വരുന്നതെന്നാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ പറയുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണും നിർണായക ഘട്ടമായി എന്ന്. കാരണം ഇന്നോ നാളെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്ന സമയമായിരിക്കാം, അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. ഇപ്പോഴിതാണ് റസ പഹലവി രംഗത്തെത്തിയിരിക്കുന്നു. ഇദ്ദേഹം US-ൽ ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം അവിടെ നാഷണൽ കൗൺസിൽ ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഇറാനിലെ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ ഒരു ചെയർമാൻ കൂടിയാണ്. ഇതിപ്പോ ആദ്യമായിട്ടല്ല ഇദ്ദേഹം വരുന്നത്. ഇതിനു മുമ്പും തന്നെ പല ഇറാനിൽ നടക്കുന്ന പല മനുഷ്യാവകാശ പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഈ ഹിജാബ് വിഷയമൊക്കെ വന്നപ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ മീഡിയാസ് കൊടുത്തിരുന്നു. പലപ്പോഴും ഇദ്ദേഹം പ്രതികരിക്കാറുണ്ട്, സജീവമായിട്ട് തന്നെ ഇദ്ദേഹം ഇറാന്റെ വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിക്കാറുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒഫീഷ്യലി പവർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം നാടുകടത്തപ്പെട്ട ഒരു രാജാവ് എന്നുള്ള നിലയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ നിലവിലൊരു ഭരണകൂടമുണ്ട്, പെഷസ്കിയാന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം ഉണ്ട്. ആ ഭരണകൂടം നിലനിൽക്കുമ്പോഴാണ് അതിന് മുകളിൽ ഒരു സുപ്രീം അതോറിറ്റി ആയിട്ടാണ് ഈ പറയുന്ന ഖമേനി എത്തിയിരിക്കുന്നത്. അപ്പം അത്രയും ഒരു പവറിലേക്ക് ഇനി അവിടെ ഒരു രാജഭരണം വരില്ല. പകരം ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംസ്കാരം, ആ ജനതയുടെ ഒരു സംസ്കാരം, ഇപ്പൊ ഓരോ രാജ്യത്ത് ഓരോ രീതിയാണല്ലോ. അപ്പൊ ആ രാജ്യത്തിന്റെ ജനതയുടെ സംസ്കാരം അനുസരിച്ച് അവരുടെ തലപ്പത്തേക്ക് ഒരു ആത്മീയ നേതാവ് ഇല്ലെങ്കിൽ ഒരു രാജാവ് എത്തുക എന്നുള്ളതാണ് ആ ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു പരമ്പരാഗത രീതി. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പഴയതുപോലെ രാജാവായി വാഴിക്കുകയും അതിന് താഴെ സുശക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുകയുമായിരിക്കാം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ലക്ഷ്യം. അതല്ലാതെ വീണ്ടും ഒരു രാജഭരണത്തിലേക്ക് പോകണമെന്ന് ഇറാൻ ജനതയും ആഗ്രഹിക്കുന്നില്ല, അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുമെന്ന് തോന്നുന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിന് നല്ലൊരു പ്രായം ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇദ്ദേഹം പോകുന്നത് 1978-ലാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇദ്ദേഹത്തിന് വന്നിട്ട് പ്രത്യേകിച്ച് റോളൊന്നും അവിടെ ചെയ്യാല്ല. അത് മാത്രവുമല്ല, ഇനിയിപ്പോ വരുന്നൊരു പുതിയ ഭരണസമിതിയിലേക്ക് ജനങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ ഒരു സർക്കാർ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ തന്നെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഉയർത്തുന്നത്. അപ്പൊ അവിടെ വീണ്ടും ഒരു രാജഭരണം വരാൻ സാധ്യതയില്ല. പക്ഷെ അവർക്ക് ഒരു ലീഡർ പോലെ ഒരാൾ, തലപ്പത്തേക്ക് ഒരാൾ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഒരു പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് പക്ഷെ ജനാധിപത്യ രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, നേപ്പാളിലും മറ്റൊക്കെ ഉള്ളതുപോലെ ഒരു രാജഭരണം. അപ്പൊ അതിനൊരു കളം ഒരുക്കിയിരിക്കുന്നു. ഇദ്ദേഹം ഇപ്പൊ എക്സിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ തയ്യാറെടുക്കുക, നിങ്ങൾക്ക് പറ്റിയ സമയം ആയിരിക്കുന്നു, നിങ്ങൾ തയ്യാറെടുക്കുക, കാരണം നമുക്ക് ഇവരെ മാറ്റിയിട്ട് പുതിയൊരു സംവിധാനത്തിലേക്ക് വരേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഇത് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇതിനുള്ള കളം നേരത്തെ തന്നെ അവിടെ ഒരുങ്ങിയിരുന്നു. ഇപ്പോൾ ഇറാൻ നിരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇറാനിൽ നടക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെ പിന്നിലും അമേരിക്കയും ഇസ്രായേലും വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ യാഥാർത്ഥ്യമാകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവർ ഫണ്ട് ഒഴുക്കുക തന്നെ ചെയ്യും. ഇതും പോരാഞ്ഞിട്ട് നമ്മുടെ ഈ 2024 ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലും സൊറോസിനെ പോലുള്ള ഒരു ഫണ്ട് ഒഴുക്കിയതാണ്. അപ്പൊ സ്വാഭാവികമായും ഇറാന്റെ ഒരു തങ്ങളുടെ കീഴിൽ ഇറാൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ഫണ്ട് മുടക്കാതിരിക്കില്ല, മുടക്കിയിട്ടുണ്ടാകും. അപ്പോ അങ്ങനെയാണ് അവിടെ നേരത്തെ പോലെ അതിന്റെ വിത്തുകളൊക്കെ അവർ നേരത്തെ പാകുകയും അതിന്റെ ടെസ്റ്റ് ഡോസുകൾ പലവട്ടം ഇറാനിൽ നടക്കുകയും കണ്ടതാണ്. സ്ത്രീകൾ തെരുവിലിറങ്ങുന്നതും വലിയ രീതിയിൽ തന്നെ അതൊരു പ്രക്ഷോഭമായി മാറുന്നതും അനവധി സ്ത്രീകളെ ജയിലിലാക്കുന്നതും കൊലപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എവിടെ ഈ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ റവല്യൂഷൻ ഗാർഡ് പലപ്പോഴും ജനാധിപത്യ രീതിയിലല്ല ആളുകളോട് പെരുമാറുന്നത്. അവരെ കർശനമായി തന്നെ നേരിടുകയും അടിച്ചൊതുക്കുകയും
ജയിലിലാക്കുകയും അവിടെ വെച്ച് ക്രൂരമായി കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഏതാണ്ട് ഒരു സ്വച്ഛാധിപത്യ ഭരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം തന്നെ ഉയർന്നു വരുന്ന ഒരു ഇടം കൂടിയാണ് ഇറാൻ. മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ പോലെ അല്ല ഇറാൻ കുറച്ചുകൂടിയൊക്കെ സാംസ്കാരികപരമായും അല്ലെങ്കിൽ കലാപരമായിട്ടുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചിരുന്ന ഒരു രാജ്യമാണ്. ഇറാനിയൻ സിനിമകളുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണുവാനുള്ള ഒരു കഴിവ് ഉണ്ടാകും എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഒരു പ്രക്ഷോഭമായിട്ട് രംഗത്തെത്തുകയില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ വളരെ സജീവമാണ്. ഇന്നലെ ഞാനൊരു ഈ BBC-യുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പം BBC-ക്ക് നിലവിൽ ഇറാനിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല, അവർക്ക് അവിടെ ഈ നിരോധനമാണ്. അപ്പോൾ BBC-യുടെ പേർഷ്യൻ ഏജൻസികളുണ്ട്, പേർഷ്യൻ ലേഖകന്മാര്. അപ്പൊ അവർ ഈ തെരുവുകളിലൊക്കെ പോയിട്ട്, ടെഹ്റാനിലൊക്കെ പോയിട്ട് ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ വിട്ടു പോകണമെന്നൊക്കെയാണല്ലോ ട്രംപ് പറയുന്നത്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ട്രംപിനെതിരെയോ ഇസ്രായേലിനെതിരെയോ അല്ല അവർ സംസാരിക്കുന്നത്. അവരുടെ ഒരു ഗതികേടിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. ഞങ്ങൾ എങ്ങോട്ട് പോകാൻ, ഞങ്ങൾക്ക് ഈ വീടല്ലാതെ ഒന്നുമില്ല. അതിനകത്ത് ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾ ഈ വീട്ടിൽ കിടന്ന് തന്നെ മരിക്കാൻ തയ്യാറാകും. നിസ്സഹായതയാണ്. ഈ ഒരു നിസ്സഹായത എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇപ്പൊ സ്വാഭാവികമായി ഇന്ത്യയിലാണത് പറഞ്ഞതെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് ആളുകൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ഏത് രാജ്യമാണോ അവനെ നമ്മൾ ഊടുപാട് ചീത്ത വിളിക്കുകയായിരിക്കും ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആ രാജ്യത്തിനെതിരെ ഒരു പ്രതിഷേധം ഉയരുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇത് ആ രാജ്യത്തിനെതിരെ അല്ല പ്രതിഷേധം, നിസ്സഹായരായ ഒരു ജനത. ഈ നിസ്സഹായരായ ഒരു ജനതയാണ് ഇത്രയും നാളായിട്ട് ഈ ഇറാൻ വളർത്തിക്കൊണ്ട് വന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചിലപ്പോൾ ഇറാൻ അതിനെ ഈ മതപരമായി പുകഴ്ത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും ഇറാൻ പുലിയാണ്, കടുവയാണ്, അവരിതെല്ലാം കൂടെ സ്വരുക്കൂട്ടി എടുത്തിരുന്നു, അവരിതെല്ലാം ഉണ്ടാക്കി എടുത്തിരുന്നു എന്ന് പറഞ്ഞു. ആ രാജ്യം വളരെയധികം ദാരിദ്ര്യത്തിൽ ആ രാജ്യം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഒപ്പം തന്നെ ഈ വളർച്ചാ നിരക്ക് കുറഞ്ഞ നിരക്കിലേക്കും ഒക്കെ പോകുമ്പോൾ ആണവായുധങ്ങളും മറ്റുമൊക്കെ അവിടെ നിർമ്മിക്കുന്നതിനുള്ള വലിയ നീക്കങ്ങളും നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ ചില ഇന്റർനാഷണൽ മീഡിയാസ്, സത്യമാണോ അല്ലയോ എന്നറിയില്ല, ഇറാൻ ഈ ഖമേനിയും ടീമും ഒക്കെ വലിയ രീതിയിൽ സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിചാരണ വേളയിൽ, അതായത് അവര് പറയുന്ന, ആ മാധ്യമങ്ങൾ പറയുന്നത്, ഈ ബാറില് ഖമേനിയെ പിടികൂടും, വിചാരണ ചെയ്യുമ്പോൾ ഈ ഖമേനി സമ്പാദിച്ച സ്വത്തുക്കളുടെ വിവരങ്ങളൊക്കെ വെളിപ്പെട്ട് വരും. അതായത് അവര് പറയുന്നത് അങ്ങോട്ട് കിലോ കണക്കിന് സ്വർണവും മറ്റുമുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അറിയില്ല ഖമേനി ജീവനോട് പിടികൂടും. ഉറപ്പായിട്ട്. കാരണം നമ്മൾ ഈ ബംഗറിനകത്തിൽ നിന്ന് യഹിയ സിൻവാറിനെ പിടിച്ചപ്പോ അയാളുടെ ബംഗറിനകത്ത് കണ്ടില്ലേ, സ്വർണ്ണ കൂമ്പാരമായിരുന്നില്ലേ അതിനകത്ത്, ആ മറ്റേ കുഴലിനകത്ത് അയാൾ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്തോ അവന് വരെ ഇത്രയും സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്തോരം കാണുമായിരിക്കും. ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഇനിയിപ്പം ഈ ഖമേനിയെ പിടികൂടുമോ, ഇനി ഖമേനി വല്ല ഈ 86 വയസ്സായി, ഇനി വല്ല അറ്റാക്കും ഒന്നും വരിക്കുമോ ഒന്നും നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. ഇതിപ്പോ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു സ്പെക്കുലേഷൻ നടത്തുന്നത് മാത്രമാണ്. പക്ഷെ അത് വായിക്കുമ്പോൾ അത് കുറെ ലോജിക് ഉണ്ടെന്ന് നമുക്കും തോന്നും. അപ്പൊ അതിനവരെ ഖമേനിയെ വിചാരണ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്, കൊലപാതകം എന്നുള്ളതിൽ അവർ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റൈസ പഹലവി എൻട്രി ചെയ്തിരിക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പൊ ഇസ്രായേൽ 3 മാസം മുമ്പായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ സന്ദേശം അയച്ചിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ഈ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുന്ന ഒരു ദിവസം അധികം വിദൂരമല്ല, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് എന്നുള്ള അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾക്കോ വന്നിട്ട് ഇങ്ങനെ ഒരു ആഹ്വാനം ഇറാനിലെ ജനത്തിനടുത്ത് നടത്താൻ കഴിയില്ല. അപ്പൊ അവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്നെ ഒരു വിഭാഗത്തിന്റെ എങ്കിലും, വലിയ വിഭാഗമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗത്തിന്റെ എങ്കിലും പിന്തുണയുള്ള ഒരു നേതാവ് വന്നിട്ട് പറയണം ഇങ്ങനെ നടത്ത്, നിങ്ങൾ ചെയ്യൂ എന്നുള്ളത്. ഇത് നമ്മൾ നമ്മുടെ ചുറ്റുപാടും കണ്ടിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഷെയ്ഖ് ഹസീന അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അയാളെ അടിച്ച് പുറത്താക്കുക യുഎൻഎസിനെ. ഞാനുണ്ട്, കാരണം അവരുടെ ഒരു വിങ് അവിടെ ഉണ്ട് നിലവിൽ. ഇത് നമ്മൾ പാകിസ്ഥാനിലും കണ്ടിട്ടുണ്ട്. ഈ ഇവിടുന്ന് പോയിട്ടുള്ള നവാസ് ഷെരീഫ് അടക്കം ഉള്ളവരെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ UK ന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്, അതിന്റെ പേരിലായിരുന്നു ഇവിടെ സമരം. അപ്പം അതേ മാതൃകയിലാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന, ഇല്ല അമേരിക്ക നടത്തിയിരിക്കുന്ന, ഇല്ല അവരുടെ പിന്തുണയിൽ നടത്തിയിരിക്കുന്ന ഒരു വലിയ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഭാഗത്ത് വലിയ ആക്രമണം നടക്കുന്നു. കാരണം ആണവ ദുരന്തത്തിന്റെ ഒരു ഭീതിയിൽ തന്നെയാണ് ഇറാൻ ജനത. അവരുടെ ഹാഷ്ടാഗുകളെല്ലാം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ടെഹ്റാനിൽ നിന്ന് ഇറാനിയൻസ് ഒഴിഞ്ഞു പോകണം എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഈ ടെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം, അത് ഒരു മിസൈൽ അറ്റാക്കോ മറ്റൊന്നോ ആയിരിക്കില്ല, ഒരുപക്ഷെ ഈ വികരണങ്ങളായിരിക്കാം, ഈ അണുവികരണങ്ങളായിരിക്കാം ഒരുപക്ഷെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ അവിടെ ഒരു കലാപം കൂടി ഉണ്ടായാൽ, അതായത് അവിടുത്തെ ജനം തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിച്ച നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനിൽ പോലും ഇന്ത്യക്കെതിരെ ആദ്യഘട്ടത്തിൽ പ്രതിഷേധമുണ്ടായെങ്കിൽ ഇപ്പോൾ ഈ സ്ട്രൈക്ക് തുടങ്ങിയതിന് ശേഷം, അതായത് ഇസ്രായേല്
ഇറാനെ അടിച്ചു തുടങ്ങിയതിന് ശേഷം അവിടെ ഒരു പ്രതിഷേധ പ്രകടനമോ കാര്യങ്ങളോ നമ്മൾ കണ്ടില്ല. സാധാരണഗതി അങ്ങനെയുള്ള ഒരു രാജ്യമല്ല ഇറാൻ. ഇറാനിൽ ചെറിയ വിഷയങ്ങൾക്ക് പോലും വലിയ പടുകൂറ്റം പ്രകടനം നടക്കുന്ന ഒരു ഇടമാണ്. ആ ഇടത്തത് കണ്ടില്ല. ഇറാനെ സപ്പോർട്ട് ചെയ്ത് ആകെ പ്രകടനം നടന്നിട്ടുള്ളത് ലോകത്ത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് SDPIക്കാരും മറ്റൊന്ന് CPMകാരുമാണ് നടത്തിയിട്ടുള്ളത്. വേറെ ഒരാളും നമ്മൾ പബ്ലിക്കായിട്ട് ഇറങ്ങുന്നിട്ടില്ല. ബാക്കി പിന്നെ അവർ ഇറങ്ങിയിട്ടില്ല, അവിടുത്തെ ജനം ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ അവിടുത്തെ ഒരു ജനം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ പറയുന്നതില്ലാത്തൊരു യാഥാർത്ഥ്യം ഉണ്ടാകും, അടിമത്തത്വം അനുഭവിക്കുന്നുണ്ടാകാം അവിടുത്തെ ഒരു വലിയ ജനം. അവർക്കതൊന്നും പുറത്തു പറയാൻ കഴിയുന്നില്ല. കർശനമായിട്ടുള്ള ഈ മത നിയമങ്ങൾ അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാകാം. ഏതായാലും ഇപ്പോൾ ഒരു വലിയ എൻട്രിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു ബഹുമുഖ യുദ്ധതന്ത്രം തന്നെയാണ് തുറന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും വലിയ രീതിയിൽ തന്നെ അറ്റാക്ക് നടത്തുന്നു, അറ്റാക്കിന് ശ്രമം നടത്തുന്നു, അവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർക്കുന്നു. അതിനിടയിൽ അവിടെ ഒരു ജനകീയപരമായിട്ട് ഒരു മൂവ്മെന്റ് നടത്താനുള്ള ഒരു വലിയ ശ്രമം അതിപ്പോൾ റൈസ പഹലവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അല്ല, റൈസ പഹലവി നേതൃത്വം നൽകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു നീക്കം, ഒരു ആഹ്വാനം വന്നിരിക്കുന്നു. അതായത് അവരുടെ ജനം തന്നെ, അവരുടെ രാജാവ് തന്നെ, ഇല്ലെങ്കിൽ അവരുടെ മുൻ രാജാവ് തന്നെ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നു. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടാകാം. ഇനി ബാക്കിയുള്ളത് ആ വിഭാഗത്തിന്റെ മുമ്പോട്ട് പോകും. നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് പിന്നിൽ വമ്പൻ ശക്തികൾ തന്നെ അണിനിരക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ബലം പകരും. ഒരുപക്ഷെ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ഒക്കെ എങ്ങനെയാകും എന്ന് നമുക്കത് കാണാൻ കഴിയും. പക്ഷെ ഇത് എന്താകും ലോകത്തിന്റെ ക്രമമെന്നൊക്കെ ഉള്ളത് വരും മാസങ്ങളിലെ അറിയാൻ കഴിയും. കാരണം ഇറാൻ വീഴുകയും ഈ അമേരിക്ക അടക്കമുള്ളവരവിടെ പിടിമുറുക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ നിലപാട് എങ്ങോട്ടായിരിക്കും, ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ചർച്ച ഞാൻ പറഞ്ഞതുപോലെ ആ വിഷയങ്ങൾ തന്നെ നമുക്ക് ഒരു എപ്പിസോഡ് ചർച്ച ചെയ്യാനുണ്ട്. റഷ്യ അടക്കമുള്ളവരുടെ മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ഇതിപ്പോൾ ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ കണക്ക് കൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു വലിയ അറ്റാക്കിന് മുതിരുന്നു. ആ അറ്റാക്കിന് തൊട്ട് മുമ്പ് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു പുതിയ എൻട്രി വന്നിരിക്കുന്നു. പുതിയ എൻട്രി എന്ന് വെച്ചാൽ അവരുടെ പഴയ രാജാവ് മടങ്ങി വന്നിട്ട് ആഹ്വാനം നൽകുന്നു, നിങ്ങൾ ഇത് തള്ളിക്കളയണം, വ്യോമമാരുടെ അക്രമത്തെ, നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങേണ്ട സമയമായി, നമുക്ക് സ്വാതന്ത്ര്യത്തിന് സമയമായി. അതായത് എല്ലാ മുഹൂർത്തങ്ങളും ഒത്തുചേർന്ന് വന്നിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.